സൈലൻറ്റ് വാലി അട്ടപ്പാടിയുടെ ഒരു ഭാഗമാണ്. ആ സത്യം പലർക്കും അറിയില്ല. കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടിയാണ് അതിനെ പരിരക്ഷിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ, ട്രൈബൽ വർഗത്തെയൊക്കെ, പ്രകൃതിയെ, കാടിനെ, അതുപോലെ ഗോത്രവർഗത്തെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് മാത്രം അവിടേക്ക് പ്രവേശിച്ചാൽ മതി. ഇനി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ഏക്കർ ഭൂമി അവർക്ക് കൊടുത്തിട്ടില്ല. കൃഷി ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ വരുമാനമെടുത്താണ് അവർ ജീവിക്കുന്നത്. അതായത് കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യാൻ അവസരം കൊടുത്തിരിക്കുന്നു. ഒരു മരം പോലും വെട്ടാൻ ആർക്കും അധികാരമില്ല. പിന്നെ നമ്മൾ ഒരു ബസ്സിലാണ് അവിടേക്ക് പോകുന്നത്. പിന്നെ ഇതിൻ്റെ 72 കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഡാം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് KSEB ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു റോഡ് അവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ സംഘടനകളും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും സുഗതകുമാരി ടീച്ചറും ഒക്കെ അതിനെ നഖശിഖാന്തം എതിർത്തത് കൊണ്ട് ഇന്ന് നമുക്ക് ഈ സൈലൻറ്റ് വാലിയെ കാണാൻ കഴിയുന്നു. ഇനി അത് സൈലൻറ്റ് വാലി ആകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ ചീവീടിൻ്റെ ശബ്ദം ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. നമ്മുടെ ധോണി ഡാമിലേക്കൊക്കെ പോകുമ്പോൾ ഈ ശബ്ദം വല്ലാത്തൊരു ഇറിറ്റേഷൻ നമുക്ക് അനുഭവപ്പെടും. ഇനി ഇവിടെ നമ്മൾ വിചാരിക്കും കൂടുതലായിട്ട് സിംഹവാലൻ കുരങ്ങുകളെയും അതുപോലെ തന്നെ മലയണ്ണാനൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ അവരൊക്കെ ചാടി ചാടി നടന്നു പോകുന്നത് കാണാം, അല്ല നമ്മുടെ അടുത്തേക്കൊന്നും അവർ വരികയില്ല. എന്നാൽ ഇത് തിക്ക് ഫോറസ്റ്റാണ്. അകലേക്ക് പോകുന്നവർ ഇത് തിക്ക് ഫോറസ്റ്റാണ്. എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. ആന, പിന്നെ പുലി, എല്ലാതുമുണ്ട്. പക്ഷേ തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് വി കാൺ സീ ദം. അതാണ് അതിൻ്റെ ഫാക്റ്റ്. പിന്നെ വേറൊന്ന്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പാമ്പുകളെയൊക്കെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിടും. ചാക്കിലൊക്കെ ആക്കിയിട്ടാണ് ഈ പാമ്പുകൾ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ പിന്നീട് പറഞ്ഞു തുടങ്ങി വളരെ അകലെ കാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവർ ഇപ്പോൾ വളരെ അകലെ കാട്ടിലാണ്. കാരണം ഇതുങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങി വരുമല്ലോ, മല ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ ആകുമ്പോൾ ഇവർ ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് കുറേ അകലെയാണ് ഇപ്പോൾ അവയ്ക്ക് വിടുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും ഇപ്പോൾ ശല്യമില്ല. കുറച്ച് പരിസരവാസികളൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയില്ല, നമ്മുടെ വിചാരം അവിടെ ആരും താമസമില്ല എന്നല്ല. ഞങ്ങൾ സ്കൂൾ ബസ്സൊക്കെ കാണുകയുണ്ടായി. ഞങ്ങൾ KSRTC ബസ്സിലാണ് യാത്ര പോയത്. അവരൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിരുന്നു. 35 പേരാണ് ഉണ്ടായിരുന്നത്. വളരെ നല്ല ട്രിപ്പായിരുന്നു, നല്ല ടീമായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ബസ് വരും, സൈലൻറ്റ് വാലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ബസ്സിലാണ് നമുക്ക് അറേഞ്ച് ചെയ്തത്. 23 പേരാണ് ആ ബസ്സിൽ യാത്ര തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക്, സൈലൻറ്റ് വാലിയുടെ മുകളിലേക്ക്, ആ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മുകളിലേക്ക് എത്തും. അവിടെ ഒരു ടവറുണ്ട്. ആ ടവറിൽ ടോപ്പിൽ നോക്കിയാൽ കുന്തിപ്പുഴ കാണാം. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭവാനിപ്പുഴ ഒരു സൈഡിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. വളരെ നല്ല യാത്രയായിരുന്നു. ഇവരുടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. പിന്നെ ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ടീ ഉണ്ടായിരുന്നു. അധികം യാത്രയൊന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല, കുറച്ച് മാത്രമേ നമുക്ക് നടക്കേണ്ടി വന്നുള്ളൂ. നല്ല യാത്ര, ശുഭയാത്രയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. 35 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇവർ തേനൊക്കെ ശേഖരിക്കാൻ പോകും. തേനും ശേഖരിക്കും, അതുപോലെ തന്നെ നെല്ലിക്ക അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. തേനും കിട്ടി ഞങ്ങൾക്ക്. നല്ല തേനായിരുന്നു. പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ്. ഈ നെല്ലിക്കയുടെ ജ്യൂസും തേനും കൂടി കൂട്ടിച്ചേർത്തിട്ട്, കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണത്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിച്ച് ജ്യൂസാക്കിയിട്ട് കുടിച്ചാൽ ഭയങ്കര രസമായിരുന്നു. ഓക്കെ. മരം വെട്ടിയാൽ പശ വരും. ആ പശയാണ് കുന്തിരിക്കമായിട്ട് ഉപയോഗിക്കുന്നത്. പുഴയിലേക്ക് ഒഴുകി പോകുന്ന ഒരു ചെറിയ അരുവിയാണിത്. പാറക്കെട്ടിലൂടെ നല്ല ശുദ്ധജലമാണ്. എല്ലാവർക്കും കുടിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇറങ്ങി. വെള്ളം എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. നല്ല രസമുണ്ട്. രാജീവ് ഗാന്ധിയാണ് ഈ ശില സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശിലയാണ്. അത്ര അടുത്തോട്ട് പോകാൻ നമുക്ക് പറ്റില്ല.
പ്രദീപാണ് ഞങ്ങളുടെ ഗൈഡ്. KSRTCയുടെ വിവരങ്ങൾ തരുന്നത് പ്രദീപ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നിരപ്പാക്കി വെച്ചിരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഒരു മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ ടീ ബ്രേക്കിന് പോണ വഴിയായിരുന്നു. എല്ലായിടത്തും മരങ്ങൾ തന്നെ. നല്ലൊരു ഈന്തപ്പന. നല്ല യാത്രയാണ് കേട്ടോ. KSRTCയുടെ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഫുഡൊക്കെ അവരുടെ വക തന്നെ. മ്യൂസിയത്തിലെ ആഫ്രിക്കൻ എലിഫൻറ്റ്, ഏഷ്യൻ എലിഫൻറ്റ് വളരെ ഡിഫറൻറ്റ് ഉണ്ട്. പന്തർ, ചീത്ത ഡിഫറൻസ്. KSRTCയുടെ കൂടെ വന്നാൽ മാത്രം കിട്ടുന്നതാണ് ഇലയട. ഞാൻ ഇലയട ഒന്നും എടുക്കാൻ നോക്കി ഒറ്റാളുടെ അടുത്ത ഇലയട കാണാൻ, ഇല മാത്രമേ കാണാളൂ. ഇലയട ഇത് KSRTCയുടെ കൂടെ വന്നാൽ മാത്രം കിട്ടുന്നതാണ്. വളരെ ഫ്രഷായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 35 പേരുണ്ടായിരുന്നു. അപ്പോൾ 21 പേരാണ് ഒരു ബസ്സിൽ വന്നത്. സൈലൻറ്റ് വാലിയിലേക്ക് ഇങ്ങോട്ട് കയറി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ആ ടവർ കയറി ഇറങ്ങി ഇവിടേക്ക്. അപ്പോൾ ടീ ബ്രേക്കാണ്. ടീ ബ്രേക്ക് അവരുടെ വക തന്നെ. ടീ ബ്രേക്കാണ്. അപ്പോൾ നല്ല അടയുണ്ട്, നല്ല ടീ ഉണ്ട്, അല്ലെങ്കിൽ കോഫിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഹാപ്പിയാണ്. ഇതുവരെ കയറിയ ആ ബുദ്ധിമുട്ടൊന്നും ആർക്കും എത്തൂല. ഇനി കുന്തിപ്പുഴ അല്ലേ. ജംഗിൾ ഓർക്കസ്ട്രയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മ്യൂസിയത്തിലെ ജംഗിൾ ഓർക്കസ്ട്ര. വിവിധതരം പക്ഷികളാണ് അവരുടെ ബേർഡ്സ് മേക്കിംഗ് സൗണ്ട്സ്. അതാണ് അവിടുന്നാണല്ലോ നമ്മളുടെ ഓർക്കസ്ട്ര വന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ബേർഡ്സ് ആൻഡ് ദേ മേക്ക് നോയ്സസ്. ഓക്കെ, ഭംഗിയുള്ള സീനറി. ചിലപ്പോ വരൂല്ലേ. ഈ സൈഡൊക്കെ എടുത്തു. വീഡിയോ നീ പിടിച്ചിട്ടില്ലേ? അല്ല, ഞാൻ വെറുതെ കാണിക്കല്ലേ വേണ്ട. ചുമന്ന ഒരു റെഡ് ബ്ലാക്ക് അല്ലേ ആ ബട്ടൺ കിടക്കണേ. അതിന് അങ്ങോട്ടൊക്കെ എടുത്തു നോക്കിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാണാൻ നോക്കി. ബ്ലാക്ക് അല്ലേ ഈ വാഴ എടുത്തോട്ടെ, അത് പ്രത്യേകതയുള്ള വാഴയത്. എന്റെ കൊല കണ്ടില്ലേ മാപ്പിട്ട്? ഈ മാപ്പിട്ട് തന്നെ എന്തൊരു കാട്ടിക്കൂട പ്രത്യേക വാഴയത് മാപ്പിട്ട്. ഡാഡി പറഞ്ഞപ്പോഴാ നോക്കണേ. വേറൊരു വാഴയുണ്ട് കല്ലുരുക്കി. പൂക്കളൊക്കെ ഗാർഡനൊക്കെ ഉണ്ട്. ഒരു ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. താമര ചെടികൾ ഒക്കെ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു.
ഞങ്ങൾ ചായ കുടിക്കാൻ പോയതൊക്കെ ഇതിൽ കൂടെയാണ്. 1.5 കിലോമീറ്റർ ഇനി നമ്മളെ ഡാം ഉണ്ടോന്ന് കാണാൻ കാഞ്ഞിരപ്പുഴ ഡാം. അത് സൈലന്റ് വാലിയിൽ നിന്ന് മടക്കത്തിന് ഞങ്ങൾ അന്താക്ഷരി വരും. 2 സൈഡും 2 ബാബാ പെണ്ണെ ഓ പെണ്ണെ ഓ കാണല്ലോ സൂപ്പർ വിരഹത്തിൻ ചോടുണ്ടോ ഇത് ഭയങ്കര പരിപാടിയല്ലേ. പകല് 2 മണിക്ക് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നയനങ്ങൾ അവനിൽ മുഖമാം നിന്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ Thank you.